അമേഠിയിൽ 3 ദിവസം മുൻപ് ഒരു ദളിത് കർഷകനെ അവിടുത്തെ ഭൂപ്രഭുക്കൾ തല്ലിക്കൊന്നു. എന്തിനാണെന്നറിയോ തല്ലിക്കൊന്നത്? അവിടെ കൂലി ചോദിച്ചതിന്, ഒരാഴ്ച പണിയെടുത്തതിൻ്റെ കൂലി ചോദിച്ചതിന് ആ ഒരു കർഷക തൊഴിലാളിയെ, ഒരു ദളിത് കർഷക തൊഴിലാളിയെ തല്ലിക്കൊന്നു. അമേഠി സഞ്ജയ് ഗാന്ധി, രാജീവ് ഗാന്ധി, പിന്നെ രാഹുൽ ഗാന്ധി ഇവരൊക്കെ മത്സരിച്ച് വിജയിച്ച മണ്ഡലമാണ് അമേഠി. പിന്നീട് സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ചതുകൊണ്ട് ആ മണ്ഡലത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒളിച്ചോടി വയനാട്ടിലേക്ക്, കേരളത്തിലേക്ക് രാഷ്ട്രീയ അഭയാർത്ഥിയായി വന്നു രാഹുൽ ഗാന്ധി. പുറകെ പ്രിയങ്ക ഗാന്ധിയും വന്നു രാഷ്ട്രീയ അഭയാർത്ഥിയായി. ഇതാണ് കോൺഗ്രസിലെ പ്രശ്നം. ഈ പ്രശ്നം ഇനി ശശി തരൂരായിട്ട് സൃഷ്ടിക്കേണ്ട കാര്യമേ ഇല്ല. കോൺഗ്രസിലല്ലാതെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളാണ് കോൺഗ്രസ് അടിയന്തരമായി പരിഹരിക്കേണ്ടത്. അത് പരിഹരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നത്. അതുകൊണ്ട് ശശി തരൂർ ഇപ്പോൾ ഒരു ഡൈനാസ്റ്റി പൊളിറ്റിക്സ് ഉണ്ടായി. കോൺഗ്രസിന്റെ നെഹ്റു കുടുംബവും ഗാന്ധി നെഹ്റു കുടുംബം ഉണ്ടാക്കിയ ഒരു മെസ്സേജ് കൊണ്ടാണ് ഇന്ത്യയിൽ ആകെ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് ഉണ്ടായത്. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്തത്, തമിഴ്നാട്ടിൽ കരുണാനിധിയിൽ നിന്ന് MK സ്റ്റാലിനിലേക്കും അതിനുശേഷം ഇപ്പോൾ ഉദയനിധി സ്റ്റാലിനിലേക്കും രാഷ്ട്രീയം മാറുന്നത്, ഉത്തർപ്രദേശിൽ മുലായം സിംഗ് യാദവിൽ നിന്നാണ് അഖിലേഷ് യാദവിലേക്ക് രാഷ്ട്രീയ നേതൃത്വം വരുന്നത്, ബീഹാറിലേക്ക് പോയാൽ അവിടെ ലാലു പ്രസാദ് യാദവിൽ നിന്ന് തേജസ്വി യാദവിലേക്ക് രാഷ്ട്രീയം മാറുന്നത്, പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയിൽ നിന്ന് അഭിഷേക് ബാനർജിയിലേക്ക് രാഷ്ട്രീയം മാറുന്നത്.